ഹലോ അഗെയിൻ. അപ്പം ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് നേരെ ഞാൻ റൂമിലേക്ക് വന്ന് എൻ്റെ ബാഗെല്ലാം പാക്ക് ചെയ്തു. ഫോണൊന്ന് ചാർജ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം ആ ഒരു ചാർജിങ് കാര്യങ്ങളെല്ലാം ചെയ്ത് ഇപ്പം ഞാനിപ്പോൾ നേരെ സകലേഷ്പൂരിലേക്ക് ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പം ഇവിടുന്ന് നേരെ ടൗണിൽ കൂടെ പോയാൽ നമുക്ക് വലിയ ലോങ് പോകുന്ന വണ്ടി കിട്ടാൻ ചാൻസ് കുറവാണ്. അപ്പം ഓൺ ദ വേ നമുക്ക് ഹൈവേ പിടിച്ച് അങ്ങനെ ബൈക്കിലോ ചെറിയ വാഹനങ്ങളിലെല്ലാം പോയിട്ട് ആ ഒരു ഹൈവേ കയറി കഴിഞ്ഞാൽ നമുക്ക് ലോങ് പോകുന്ന വണ്ടികൾ കിട്ടും. അപ്പോൾ നമുക്ക് അങ്ങനെ പോയി നോക്കാം. സകലേഷ്പൂരിലേക്കുള്ള യാത്രയാണ് ഇപ്പോഴിനി കാണാൻ പോകുന്നത്. അപ്പോൾ മടിക്കേരി നമ്മൾ വിടുകയാണ്. അപ്പോൾ നമ്മളെ ഇന്നലത്തെ ഫസ്റ്റ് എപ്പിസോഡ് മടിക്കേരി ചുറ്റിക്കറങ്ങി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ഇടാം, എല്ലാ കാര്യങ്ങളും ചെയ്യാം. അപ്പോൾ നമുക്ക് യാത്ര കണ്ടിന്യൂ ചെയ്യാം. ആ ഒരു ടൗണിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ബൈക്കും ഒരു കാറിനും കൈ കാണിച്ച് ഞാനങ്ങനെ ഒരു ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഇതൊരു പഴയ അധികം ട്രാഫിക് ഇല്ലാത്ത തരത്തിലുള്ളൊരു ഹൈവേ തന്നെയാണ്. അപ്പം ഞാൻ വണ്ടിക്ക് കൈ കാണിച്ച് നോക്കട്ടെ. ചൂടുണ്ട്, വെയിലിന് അത്യാവശ്യം ചൂടുണ്ട്, തണുത്ത കാറ്റും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ വണ്ടിക്ക് കൈ കാണിച്ച് നോക്കാം നിർത്തുന്നുണ്ടോ ഇല്ലയോ. ഞാനങ്ങനെ മക്കന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഞാൻ ഒരു സ്കോർപിയോന് കൈ കാണിച്ചു, അതേപോലെ ഒരു ബൈക്ക് കിട്ടി. അങ്ങനെ ആ ബൈക്ക് നേരെ മക്കന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നെ ഇറക്കിയിട്ടുണ്ട്. ഇവിടെയുള്ളൊരു പോസ്റ്റ് ഓഫീസിൽ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. നല്ല വെയിലായതുകൊണ്ട് കുറച്ചേരം ഇരിക്കാൻ വിചാരിച്ചു. നമുക്ക് അടുത്ത വണ്ടി കിട്ടുന്നുണ്ടോ നമുക്ക് ഇവിടുന്ന് നോക്കാം. ഈ ഒരു പോസ്റ്റ് ഓഫീസിൽ നിന്നുള്ള ആ ഒരു വ്യൂ ആണ്. നമുക്ക് വണ്ടി വരുന്നുണ്ടോ എന്ന് ഇവിടുന്ന് കാണാം. നമുക്ക് എന്തായാലും ബസ് റൂട്ടാണോ എന്ന് സംശയമുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഞാനങ്ങനെ കുറേ നേരമായിട്ട് ഇവിടെ നിൽക്കുന്നത്, ഇനിയും വണ്ടി കിട്ടിയിട്ടില്ല. ഒരു അരമണിക്കൂറോളായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഒരു 10-15 മിനിറ്റ് കൊണ്ട് ഇനി ഒരു ബസ് വരാനുണ്ട് എന്നാണ് കേട്ടത്. അപ്പോൾ ഇവിടെയുള്ളൊരു ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കെന്നാൽ വേറെ വണ്ടി കിട്ടുന്നില്ലേ ബസ്സിന് പോവാം, അങ്ങനെയാണ് വിചാരിക്കുന്നത്. സോമവാർപേട്ട് വരെ ബസ്സിന് പോയിട്ട് ബാക്കി ഹിച്ച് ഹൈക്ക് ചെയ്യാലോ. ആ ബാക്ക് കാണുന്ന ബസ്സിൽ ഞാൻ മടിക്കേരി കഴിഞ്ഞ് ഒരു സ്ഥലത്ത് എന്നെ ഇറക്കി വിട്ടില്ലേ, ആ ഭാഗത്തുനിന്ന് ഞാൻ ബസ് കയറി കുറേ നേരം വെയിറ്റ് ചെയ്തു. ഒരു 3/4 മണിക്കൂർ 1 മണിക്കൂറോളം ഞാൻ വെയിറ്റ് ചെയ്തു. വണ്ടിയൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ കിട്ടിയ ബസ്സിന് കയറി. അപ്പോൾ ഇത് കൊടകിൻ്റെ നോർത്ത് ഭാഗത്താണ് ഉള്ളത്. അപ്പോൾ ഇനി ഇത് കഴിഞ്ഞ് ഇനി അടുത്തത് വേറെ ഡിസ്ട്രിക്റ്റിലേക്ക് കയറും. നമുക്ക് കൊടക് ജില്ല കഴിഞ്ഞ് അതിൻ്റെ നോർത്ത് ഭാഗത്തുള്ള ഞാൻ പറഞ്ഞ ഏറ്റവും ലാസ്റ്റ് ടിക്കറ്റ് എടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിട്ടിയ ടിക്കറ്റ് ലാസ്റ്റിലത്തെ ടിക്കറ്റിന് എടുത്ത് കയറി ഇരുന്നതാണ്. ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പാണിത്. കൊടിലേപ്പേട്ട് എന്ന് പറഞ്ഞ സ്ഥലമാണിത്. അപ്പം സോമവാർപേട്ട് വഴി കൊടിലേപ്പേട്ട് വന്നിട്ടാണല്ലേ. ഇനി ഇവിടുന്ന് എങ്ങനെ പോകണം എന്നുള്ളത് നോക്കട്ടെ. നമുക്ക് എന്നിട്ട് അതിനനുസരിച്ചിട്ട് ഹിച്ച് ഹൈക്ക് ചെയ്ത് പോവാം. ധർമ്മരാജ് അണ്ണൻ എന്നെ ഇവിടെ ഇറക്കിയിട്ട് പോയിട്ടുണ്ട്. ഒരു നല്ല സമാധാനമുള്ള നല്ല ഭംഗിയുള്ളൊരു സ്ഥലം. ഇവിടുന്ന് സകലേഷ്പൂരിലേക്ക് ഏകദേശം 26 കിലോമീറ്റർ ഉണ്ട് എന്നാണ് ബോർഡിൽ കാണിച്ചത്. അപ്പം ഈ ഹൈവേ വഴി അങ്ങോട്ടേക്കാണ് ഇനി പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ചായ കിട്ടുമെന്ന് ചോദിച്ചു നോക്കാം. എന്നിട്ടൊരു ചായ കുടിച്ച് മെല്ലെ സ്കൂട്ടാവാം. ഇവിടുന്ന് എനിക്ക് പോകേണ്ട സ്ഥലം ഗോണിഗലാണ്. അപ്പോൾ ഇവിടുന്ന് ഏകദേശം എന്താ പറയുക, ഈ വഴിക്ക് ഇനി ബസ്സൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അണ്ണൻ നിർത്തുന്നില്ല. ഇവിടുന്ന് ഇനിയിപ്പം ബസ് കിട്ടണമെങ്കിൽ ശുക്രസന്ധ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയാൽ ഗോണിഗലിലേക്ക് ബസ് കിട്ടും. അത് ബസ് റൂട്ടാണത്രേ. അപ്പം വണ്ടി വരുന്നുണ്ടോ നോക്കി ഗോണിഗൽ വരെ എത്തിക്കണം. സകലേഷ്പൂരേൻ്റെ അടുത്തുള്ളൊരു സ്ഥലമാണ്. അവിടെ നമുക്കിന്ന് ക്യാമ്പ് ചെയ്യാന്നുള്ളൊരു മൈൻഡിലാണ് ഞാൻ പോകുന്നത്. എന്തായാലും പോയി നോക്കാം, നമുക്ക് വണ്ടി കിട്ടുമെന്നെല്ലാം നോക്കട്ടെ. ഞാൻ വണ്ടി കയറുന്ന സമയത്ത് എനിക്ക് ലിഫ്റ്റ് അടിക്കുന്നൊന്നും കാണിക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ എനിക്ക് രണ്ടും കൂടി നടക്കുന്നില്ല വെച്ചിട്ട്. ഹലോ, ഞാൻ കുറേ നേരം കാത്തു നിന്നിട്ട് വണ്ടിയൊന്നും നിർത്തിയില്ല. അവസാനം എനിക്ക് കിട്ടിയ വണ്ടി ട്രാക്ടറാണ്. അപ്പോൾ എൻ്റെ അണ്ണന്മാരെല്ലാം എനിക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ ട്രാക്ടറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് 2 കിലോമീറ്റർ നമുക്ക് ട്രാക്ടറിൽ പോവാം. അത് കഴിഞ്ഞിട്ട് ബൈക്കരവള്ളി ഇത് നെടുകേര ആಮೇಲೆ
നിടികര. ഇപ്പം നിടികര വരെ പോകും. അതിനുശേഷം ഭയങ്കര വെള്ളിക്ക് ഞാൻ വേറെ വണ്ടി പിടിക്കും. നല്ല അടിപൊളിയായിട്ടുണ്ട്. എബി അണ്ണൻ മറ്റേ ദിലീപ്, സച്ചിൻ ആൻഡ് മഞ്ജു. ഓ ಒಳ್ಳೆ ಟೀಮ್ ನೀವು. ചാനൽ ബോൺ വോയേജ്. നമ്മളെ 4 ആൾക്കാർ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇപ്പം ട്രാക്ടറിൻ്റെ അകത്തുള്ള അടിപൊളി യാത്ര, ഫസ്റ്റ് ആൻഡ് അടിപൊളി എക്സ്പീരിയൻസ്. അപ്പം ആദ്യമായിട്ടാട്ടോ ഞാൻ ഇങ്ങനെ ഒരു യാത്ര പോകുന്നത്. ഹിച്ച് ഹൈക്ക് ചെയ്തിട്ട് ഇത് കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. അപ്പം എന്തായാലും അണ്ണൻ്റെ കഴിവ് നല്ല രീതിക്ക് തെളിയിക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ നിടികേര എത്തിയിട്ടുണ്ട്. എനിക്കത് വായിക്കാൻ കിട്ടുന്നില്ല. നമ്മളെ അണ്ണന്മാരാണ് ഇവിടുന്ന്. അപ്പോൾ ഇവർ പോവാണ് കേട്ടോ. ടാറ്റ ടാറ്റ. താങ്ക് യു അണ്ണാ. അപ്പോൾ ഇവരെ വീട് അങ്ങോട്ടേക്കാണ് അത്രേ. അപ്പം അവർ ട്രാക്ടറും കൊണ്ട് നേരെ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. നിടികേര എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഗ്രാമപ്രദേശമാണ്. നല്ല ചുറുക്കുള്ള 4 ചങ്ങായിമാർ നല്ല അടിപൊളിയായിട്ടുണ്ട്. അവന്മാർ ട്രാക്ടറിൽ ഇഷ്ടിക കൊണ്ടുപോകായിരുന്നു. നല്ല എനർജറ്റിക്. അയ്യോ രോമാഞ്ചം വന്ന് നല്ല രസമുണ്ടായി. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ നിടികേര എത്തിയിട്ടുണ്ട്. ട്രാക്ടറിന് ശേഷം എനിക്കൊരു ബൊലേറോ പോലത്തെ ഒരു പിക്കപ്പ് വാനും പിന്നെ ഒരു ബൈക്കും എല്ലാം കിട്ടി. അപ്പം ഞാനിങ്ങനെ ശുക്രവാര സന്ധ്യ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടാണല്ലേ. ഇവിടുന്ന് അടുത്ത സ്ഥലത്തേക്ക് നമ്മളെ സ്ഥലത്തിൻ്റെ പേര് മറന്നുപോയി. അപ്പോൾ അവിടത്തേക്ക് എത്തണമെങ്കിൽ ഇനിയൊരു 8-9 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ വണ്ടി കിട്ടുമോ നോക്കട്ടെ. ഇത് നല്ലൊരു ആൾത്താമസമുള്ള സ്ഥലമായതുകൊണ്ട് ഇവിടെ സ്റ്റേ അടിച്ചാലും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ 5:30 ആയിട്ടേ ഉള്ളൂ. നമുക്കൊരു 6 മണി വരെ ട്രാവൽ ചെയ്ത് നോക്കാം. എൻ്റെ അമ്മേ, ഓ എനിക്ക് 2 വണ്ടി കിട്ടി. ഒരു ബൈക്ക് കിട്ടി, അത് കഴിഞ്ഞിട്ടൊരു ഡസ്റ്റർ കിട്ടി കേട്ടോ, ഒരു കാറ്. അമ്മോ, അയാൾ ഫുൾ ഒച്ചത്തിൽ പാട്ടെല്ലാം ഇട്ടിട്ട് ഒരേ മൂഡായിട്ട് എനിക്ക് തോന്നുന്നു പൊട്ടി വിരിഞ്ഞിട്ടുള്ളതെന്ന് തോന്നുന്നു. കണ്ണെല്ലാം നല്ല ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ തൊട്ടടുത്ത സ്റ്റോപ്പിൽ തന്നെ ഒരു നിർത്തിയുണ്ട്. ഭാഗ്യം ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത വണ്ടിക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ഇത് നോക്കിക്കേ, ഞാനൊരു കാട്ടിൻ്റെ നടുക്കൂടെയുള്ള കാടാണോ അതിനിപ്പം എസ്റ്റേറ്റ് ആണോ എന്നറിയില്ല. എസ്റ്റേറ്റ് ആയിരിക്കും. അതിൻ്റെ നടുക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റോട്ടിൽ കഴിഞ്ഞ 5 മിനിറ്റ് ആയിട്ട് ഒരു വണ്ടിയും വന്നിട്ടില്ല. അപ്പോൾ ആരെങ്കിലും വരികയാണെങ്കിൽ കൈ കാണിക്കണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നൊരു പിടിയില്ല. ഒരു വണ്ടി വരുന്നുണ്ട്. അവർ ഞാൻ കൈ കാണിച്ചപ്പോൾ വണ്ടി നിർത്തി തന്നു. പക്ഷേ അവർ ബാക്കിൽ സ്ഥലമില്ല, അവരെ എന്തൊക്കെയോ ലഗേജസ് എല്ലാം ഉള്ളതുകൊണ്ട് അപ്പം തുറന്നിട്ട് സോറി കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പം നമുക്കിനി ധോണിഗലിലേക്ക്, ഞാൻ നേരത്തെ ഗോണിഗൽ എന്നായിരുന്നു തോന്നുന്നു പറഞ്ഞുകൊണ്ടുണ്ടായത്. അത് ഗോണിഗൽ അല്ല, ധോണിഗൽ എന്ന് പറഞ്ഞ സ്ഥലമാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. നമുക്ക് ഇന്നിപ്പോൾ അവിടെ എത്തുമെന്ന് ഡൗട്ടാണ്. അപ്പോൾ ആനമഹൽ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. ആനമഹൽ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇപ്പോൾ പോകേണ്ടത്. അവിടെ ആകുമ്പോൾ കുറച്ച് ആളും ബഹളവും തിരക്കെല്ലാം ഉള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ നമുക്ക് രാത്രിത്തെ ഭക്ഷണമെല്ലാം കഴിക്കാം. ഇപ്പം എന്തായാലും നമുക്ക് നടന്ന് നോക്കാം. വണ്ടി കിട്ടുന്നവരെ കൈ കാണിക്കാൻ തന്നെ, വേറെ രക്ഷയില്ല. നടന്നു നോക്കട്ടെ. നല്ല രസമുണ്ട് ഇത്. അയ്യോ, രഞ്ജൻ. ഓക്കെ, നിಮ್ದು സർ? സുദർശൻ. അപ്പൊ ഞാൻ സുദർശനും പിന്നെ രഞ്ജൻ എന്ന് പറഞ്ഞ 2 ആൾക്കാരെ കൂടെയാണ് ഞാനിപ്പോൾ എനിക്ക് ലിഫ്റ്റ് കിട്ടിയത്. ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു സ്ഥലമില്ല, കാട് പോലത്തെ സ്ഥലത്ത് കുറച്ചു നേരം ഞാനിങ്ങനെ കൈ കാണിച്ചു നിന്ന്. വേറെ വണ്ടിയൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അവസാനം എനിക്ക് നമ്മളെ ഒരു 800 ഫീറ്റ് നമ്മൾ ഈ 2 ആൾക്കാർ നമുക്ക് ദൈവത്തിനെ പോലെ വന്നു. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ഇവരും ട്രാവലിങ്ങിൽ ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറഞ്ഞു. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇഷ്ടമുള്ള ആൾക്കാരെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ വീഡിയോ എടുക്കാതിരിക്കുക. വാഹനത്തിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കുമ്പോൾ വെച്ചാൽ ചില ആൾക്കാർക്ക് ഈ ബുദ്ധിമുട്ടാവും. അപ്പോൾ ആ ഒരു പ്രൈവസീൻ്റെ കാര്യമെല്ലാം ആലോചിച്ചിട്ട്. പക്ഷേ ഇവർക്ക് എന്താ വീഡിയോ എടുക്കാത്ത, യൂട്യൂബ് ഉണ്ടായിട്ട് എന്താ വീഡിയോ എടുക്കാത്ത ചോദിക്കുന്നത്. ഹലോ. സോ ഞാൻ ഇവരെ കൂടെ ഇന്നിപ്പോൾ ആനമഹൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ക്യാമ്പ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അവിടെ നിന്ന് നമുക്ക് കാണാനുള്ള ഒരു ഫോർട്ടിലേക്ക് നമുക്ക് നാളെ പോവാം. അതേപോലെ വാട്ടർഫോൾസ് ഇപ്പം ഈ ഒരു ക്ലൈമറ്റിൽ ഉണ്ടോ എന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം.
എന്നിട്ട് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം നമുക്ക് ഇത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ഇനിയിപ്പോൾ ക്യാമ്പ് ചെയ്യേണ്ട എവിടെയാണെന്നെല്ലാം നോക്കണം, ഇത്തിരി ചായയെല്ലാം കുടിക്കണം. അതാണ് ഇന്നത്തെ ഇനി കുഞ്ഞു കുഞ്ഞു പരിപാടികളേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് എത്തിയിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഇവരെ കൂടെ പോവാണ്. ടാറ്റ. നമുക്ക് ഇവര് ലിഫ്റ്റ് തന്നു കേട്ടോ. ഇവരെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് പോലും ഇല്ല. എന്നെ അങ്ങ് ആ ഒരു കാട് പിടിച്ച സ്ഥലത്തുനിന്ന് എന്നെ ഈ ഒരു ടൗണിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് അവരെന്ന് വെച്ചാൽ രണ്ടാൾക്കാർ ഗവൺമെൻറ് ജോബ് ഉള്ള ആൾക്കാരാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം ഞാൻ തപ്പുന്നുണ്ടായിരുന്നു. അപ്പം പമ്പിൻ്റെ മുമ്പിലെല്ലാം ആകുമ്പം ടെൻ്റ് അടിക്കാൻ പറ്റും. ഇവിടെ മൈത്രി റെസ്റ്റോറൻറ്റ്, ഇവിടെ വാഷ്റൂം അത് ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പം ഈ ഒരു സ്ഥലത്ത് നമുക്ക് സെറ്റിലാവാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഇതിൻ്റെ മുമ്പേ ഇറക്കി തന്നിട്ട് പോയി. വരുന്ന വഴിക്ക് പെട്രോളും തീർന്നു വണ്ടീൻ്റെ. അപ്പോഴേക്കും ഇവിടെ എത്താനായിരുന്നു, അതുകൊണ്ട് പ്രശ്നമില്ല. അപ്പം മൂപ്പർ ഇങ്ങോട്ട് നടന്നു വന്ന് പെട്രോളും അടിച്ചതിന് ശേഷം ഇവിടെ ഇറക്കി. അപ്പം ആ ഗ്യാപ്പിൽ നമ്മളെ എന്താ പറയുക സൈഡ് ബിസിനസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഒരു ലിപ് ബാം ഞാൻ സെയിൽ ചെയ്ത്. അപ്പം ഞാൻ യാത്ര ചെയ്യുന്നതിന് എനിക്ക് ഇങ്ങോട്ട് പൈസ കിട്ടിയൊരു സിറ്റുവേഷൻ. സ്റ്റേ അടിക്കാനായാലും നോക്കണം. അപ്പം ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ചായ കുടിക്കട്ടെ, എന്നിട്ട് ഇവരോട് ചോദിച്ചിട്ട് ഞാൻ ടെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്ന് ചോദിച്ച് സെറ്റാക്കട്ടെ. പെട്രോൾ പമ്പിന് ഓപ്പോസിറ്റുള്ള ഒരു ഹോട്ടലിൽ കയറിയിട്ടുള്ളത്. ഇവിടെ നിന്ന് ആവലക്കിയും ചായയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ആവലക്കി, അവിലാണ്. അപ്പം തൽക്കാലം ചായക്ക് ഇതും കഴിച്ചിട്ട് നമുക്ക് ഇവിടെ സ്റ്റേ അടിക്കാനുള്ള കാര്യങ്ങളെല്ലാം നോക്കാം. പിന്നെ ഫോൺ ചാർജ് ചെയ്യാനെല്ലാം ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നിങ്ങൾ ഇതേപോലത്തെ യാത്ര എപ്പോഴെങ്കിലും ആയിട്ട് ചെയ്യാൻ പ്ലാൻ ഇടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും 2 കുപ്പി വെള്ളം എടുക്കുക. വെള്ളം നല്ലോണം കുടിച്ചുകൊണ്ടേ ഇരിക്കണം. കാരണം ഡീഹൈഡ്രേഷൻ ആവാനുള്ള ചാൻസ് വളരെ അധികമാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കേണ്ടത്. ഞാൻ ഇന്ന് തന്നെ ഓൾമോസ്റ്റ് 2-2.5 ബോട്ടിൽ വെള്ളം തീർത്തു. ഇനിയിപ്പോൾ എനിക്ക് വെള്ളം നിറയ്ക്കണം അത്ര. അപ്പം നല്ലോണം വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്, അത്രേനേ പറയാനുള്ളൂ. പിന്നെ നമുക്ക് കെയർ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ വഴി കാണുന്നുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ കണ്ട് പോകാം. നമുക്ക് ഹോട്ടലിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വന്ന് നോക്കി. നമ്മളെ ഈ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അത് ഹോട്ടലിൻ്റെ ബിൽഡിംഗ് ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള റോഡിലേക്ക് ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഇവിടെ ഒരു പൂട്ടിക്കിടക്കുന്ന കട കണ്ടു. ഇവിടെ ഒരു ചേട്ടനുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, ഇവിടെ ഞാൻ ടെൻ്റ് അടിച്ചോട്ടെ എന്ന്. അപ്പോൾ ഈ ഒരു നല്ലൊരു സ്ഥലം, ആ ഒരു പ്ലെയിൻ ലെവലായിട്ടുണ്ട്, നമുക്ക് ലൈറ്റും ഉണ്ട്, അതേപോലെ ഈ സൈഡിൽ ക്യാമറയുണ്ട്. അപ്പം ഞാൻ ചോദിച്ചപ്പം അവരിതിൻ്റെ ഓണറായിരുന്നു അത്രേ. അപ്പം അവരോട് ചോദിച്ച് ഈ സ്ഥലത്ത് ടെൻ്റ് ചെയ്തോളൂ, പ്രശ്നമില്ല, നാളെ 8 മണിക്ക് ഇവർ ഷോപ്പ് തുറക്കുള്ളൂ. അപ്പോൾ അതിന് മുമ്പേ ഫ്രഷ് ആയിട്ട് പോകാനുള്ളതേ ഉള്ളൂ. അപ്പം അങ്ങനെ അവരോട് സംസാരിച്ചെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇവിടുന്ന് ടെൻറ്റ് സെറ്റ് ചെയ്യണം. എന്നിട്ട് ഇന്നത്തെ സ്റ്റേ നമ്മൾ ക്യാമ്പിംഗ് ആണ്. ഇവിടെ നമുക്ക് വെള്ളം അവിടെയുള്ള ഡ്രമ്മിൻ്റെ അകത്ത് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അവർ വേണമെങ്കിൽ അത് ഉപയോഗിച്ചോളൂ എന്നെല്ലാം പറഞ്ഞു. നല്ല മനുഷ്യൻ കേട്ടോ. സകലേഷ്പൂരിൽ വന്നിട്ട് ഇത്ര വരെ നല്ല അനുഭവം ഉണ്ടായത്. ആരെടുത്തൊന്നും അങ്ങനെ മോശം അനുഭവം ഉണ്ടായിട്ടേ ഇല്ല. ദൈവം സഹായിച്ചിട്ട് എന്തോ ഭാഗ്യത്തിന് ഈ ഒരു ഭാഗത്ത് നമുക്ക് ടെൻ്റ് അടിക്കാം. കുറച്ചുകൂടി കഴിഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ ടൈമിന് ശേഷം നമ്മൾ ആ ഒരു ടെൻ്റെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഞാനിനി ഇതിൻ്റെ ഉള്ളിലൊന്ന് സെറ്റിലാവട്ടെ. നമുക്കിവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കാം. കുറച്ചൊരു നല്ല പോലത്തെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്, ചുറ്റുപാടും നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. ഇവിടെ 2 പട്ടികളുണ്ട്. അവർ ചിലപ്പോൾ രാത്രി കുരച്ചിട്ട് പ്രശ്നമാക്കാൻ ചാൻസ് ഉണ്ട്, നല്ലാതെ മറ്റൊരു പ്രശ്നവും ഇല്ല. ഞാനങ്ങനെ ടെൻറ്റിൽ വീഡിയോസെല്ലാം എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ നേരത്തെ സംസാരിച്ച ആ ഒരു ഓണറില്ലേ, അപ്പോൾ ആ ഓണറിൻ്റെ പണിക്കാരുണ്ടായിരുന്നു. അവർ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓണറിനോട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരാളെ പരിചയപ്പെടാൻ പോയത് കേട്ടോ. കുറേ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനെന്താ പറഞ്ഞുകൊണ്ട് വന്നതെന്ന് വെച്ചാൽ, അപ്പം ഞാൻ ടെൻറ്റിലിരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെയുള്ള വർക്കേഴ്സ് 3 ആൾക്കാരുണ്ട് കേട്ടോ. അഖിൽ ബ്രോ എന്ന് പറഞ്ഞ ഒരാളെ പരിചയപ്പെട്ടു, 3 ആൾക്കാരെയും. അപ്പോൾ മൂപ്പര് പറഞ്ഞു, ആ ചായ കുടിച്ചിട്ട് വരാം, നമുക്ക് രാത്രി ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം, ചായ കുടിച്ചിട്ട് വരാം പറഞ്ഞിട്ട് അങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചായ കുടിക്കാൻ പോവാം. അപ്പം ഇവിടുത്തെ കടയിൽ നമുക്ക് അഖിൽ ബ്രോനെ കാണാം. ഇതാ അവിടെ ഇരിക്കുന്നു, മൂപ്പരാണ് അഖിൽ ബ്രോ. ഒന്ന് ഹായ് കൊടി. ഹലോ ബ്രോ, ಹೆಸರು ಮತ್ತಿತ್ತು ಅಕ್ಷಯ್. ಅಕ್ಷಯ್ ಬ್ರೋ ಮತ್ತು ಅಖಿಲ್ ಬ್ರೋ. അപ്പം ചായയെല്ലാം കുടിച്ച് നല്ല ചില്ലാവട്ടെ. നമ്മൾ നല്ല ലെമൺ ടീ ഉണ്ട്. അപ്പം ഇതെല്ലാം കഴിച്ച് നമ്മൾ ചില്ലാവട്ടെ. ഇന്ന് രാത്രി ചെറിയ മഴ പൊടിയുന്നുണ്ട്.
അപ്പം നല്ലൊരു വൈബിൽ നമുക്ക് ചായയെല്ലാം കുടിച്ചിട്ട് ഇന്ന് നിർത്താം. ഡേ 2 സകലേഷ്പൂരിലേക്ക് എത്താനുള്ള വീഡിയോ ആയിരുന്നു. അപ്പം നമ്മളങ്ങനെ സക്സസ്ഫുള്ളി സകലേഷ്പൂർ എത്തിയിട്ടുണ്ട്. നമുക്ക് ഇനി പോകാനുള്ള കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. അപ്പം പുതിയൊരു വീഡിയോയിൽ നാളെ കാണുന്നത് വരേക്കും ബൈ ബൈ ഫ്രം ബോൺ വോയേജ്.